Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, 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 yo, go, go, go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഈ കാണുന്നൊരു വണ്ടർ ഹിൽ ഫെസ്റ്റിവൽ. മക്കളെ, ചില്ലറ ഫെസ്റ്റിവലൊന്നും അല്ല കേട്ടോ. പുളി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വൈബ് സംഭവമാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പ്രോഗ്രാം. നമ്മൾക്ക് അതിലേക്ക് അങ്ങോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഒരു 4-5 മണിക്കൂറിന് നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട. വേറൊരു ലോകത്തേക്ക് നമ്മളങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എന്തൊരു പരിപാടിയാണെങ്കിലും നമ്മളുടെ ഘോഷയാത്ര കൊണ്ടായിരിക്കും തുടക്കല്ലേ. എന്നാൽ ഇതും അങ്ങനെ തന്നെയാണ്. ആയിക്കോട്ടെ, കളർഫുൾ എന്ന് പറഞ്ഞാൽ കളർഫുൾ. ഇതുപോലൊരു ഘോഷയാത്ര ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണിത്. ഒരുപാട് കാറുകൾ, പല ഡിസൈനുകളിൽ വണ്ടികളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് സർക്കസ്, ബാൻഡ്, ഇനി എന്തൊക്കെ പറയണം. ഇത് ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇതിൻ്റെ പേരിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വണ്ടർ ഹിൽ ഫെസ്റ്റിവലിലെ ഒരുപാട് ഹില്ല് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഓരോ വെറൈറ്റി ഐറ്റംസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ഏരിയ, ഒരു മല മുഴുവൻ എന്ത് ചെയ്തിട്ടാണ് LED ലൈറ്റ്സ് കൊണ്ട് അതിങ്ങനെ ചേഞ്ച് ആവുന്ന ഒരേ ലൈറ്റുകൾ. അതിനപ്പുറത്ത് ഫുള്ള് മരങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഫുള്ള് ലൈറ്റ്സിൻ്റെ കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട മക്കളെ, മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക്. അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതിനു മാത്രം അതിശയിപ്പിക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കും അതേപോലെ ആയിരിക്കാനാ ചാൻസ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇനി ഇതെവിടെയാണ് എന്താണെന്നൊക്കെ പറയണ്ടേ. അതിനു മുമ്പ് മക്കളെ, ഇതാ ഈ നീളം കാലുകളുള്ള ഈ മാലാക കൂട്ടിയിട്ട് ഡാൻസും കൂടി ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. വെള്ളയും വെള്ളിയിട്ട് വന്നതല്ലേ, കാണാതിരിക്കണ്ട. ഇനി ഇതെവിടെയെന്ന് അറിയാനായിട്ട് ആരും വിഷമിക്കണ്ട കേട്ടോ. ഇത് നമ്മളുടെ ദമാമിലെ ജുബൈലിൽ ദഹ്റൈൻ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരുപാട് മലകൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലം അല്ലേ. ആ ഒരു ഏരിയ മുഴുവനായിട്ടും ചുറ്റിക്കെട്ടിയിട്ട് അതൊക്കെ കവർ ചെയ്തിട്ടാണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ നേരെ അവിടെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തിരക്കായിരിക്കും. ഞങ്ങൾ പോയ സമയത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് നടന്ന് പോകേണ്ട ആവശ്യമായിരുന്നു കേട്ടോ. അതേപോലെ നിങ്ങൾ പോവുകയാണെങ്കിലും ഓൺലൈനിൽ ബുക്ക് ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരു ഹില്ലിതാ ബബിൾസ് കൊണ്ട് ഇങ്ങനെ ഫുള്ള് ബബിൾസ് അതിങ്ങനെ നിറച്ച് വെച്ചിട്ട് പല ഡിസൈനിലും കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹില്ലിതാ ഇതുപോലെ ഇങ്ങനെ ട്രീ ഉണ്ടാക്കിയിട്ട് അതിന് പലതരത്തിലുള്ള ലൈറ്റുകൾ കൊടുത്തിട്ട് അതൊരു തലയ്ക്ക്. അതിൻ്റെ അടിയിൽ കൂടെ ഇതുപോലെ പല ജീവികൾ, നിങ്ങൾ എവിടെ കരയിലും വെള്ളത്തിലും എവിടെയൊക്കെ കാണുന്ന എല്ലാ ജീവികളും ഉണ്ട് കേട്ടോ. ജീവനില്ലാത്ത ജീവികളാണെങ്കിലും കയ്യും കാലും കണ്ണൊക്കെ ഇളക്കുന്ന പല വെറൈറ്റിയിലുള്ള ഒരുപാട് ജീവികൾ. സംഭവം പേരിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ വന്ന് വണ്ടർ ഹിൽ ഫെസ്റ്റിവലാണെങ്കിലും നല്ലൊരു ബീച്ച് സെറ്റപ്പും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു തണുപ്പത്ത് നല്ല അത്യാവശ്യം ചായയൊക്കെ കുടിച്ച് ഇരുന്ന് വട്ടത്തിലിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. നല്ല ബബിൾസ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കുടിൽ പോലുള്ളൊരു റൂം. അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, TV കാണാം, അതേപോലെ ശീശ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ള ഒരു ഏരിയ. അതിലുപരിയായിട്ട് ബോട്ടിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ബോട്ടിങ്, അതിലുപരിയായിട്ട് ഇതൊക്കെ ഇതെങ്ങനെയുണ്ട് സംഭവം പൊളി. ഒരു നാട്, ആ ദഹ്റൈൻ ഹിൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ ചുറ്റിക്കെട്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിയൊരു ഏരിയ ഉള്ളത്. ആ ഏരിയയിലാണ് ഇതുപോലെ ഓരോ ഭാഗത്തും ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളോട് പറയാം, കാണാൻ മാത്രമുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. അതും നിങ്ങൾക്ക് വെറും 20 റിയാൽ. സൈഡിൽ ഇതുപോലുള്ള ഫ്ലവേഴ്സ്, ഒരു സൈഡിലുള്ള ബബിൾസ്, ഒരു സൈഡിൽ ട്രീസ്, അനിമൽസ്, എന്തൊക്കെ പറയണം പടച്ച തമ്പുരാനെ. അവിടെ അല്ലാത്ത ഒരു സംഭവമല്ല കേട്ടോ. അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ വീക്കെൻഡുകളിലും അതിമനോഹരമായ ഫയർ വർക്ക്. ഞാൻ സൗദിയിൽ വന്നതിന് ശേഷം ഇത്രയും മനോഹരമായൊരു ഫയർ വർക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതും ഇത്രയും അടുത്തുനിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇതായിരിക്കും. അതേപോലെ തന്നെ വാട്ടർ ഷോ,
നിങ്ങൾക്ക് എന്തൊക്കെ പറയണം. ഞാൻ പറഞ്ഞ ആ മലകളാണ് കേട്ടില്ലത് കാണുന്നത്. ഒരു ഏരിയ മുഴുവനും പല കളറിലുള്ള LED ബൾബ്സ് ഇട്ടിട്ട് അത് കാണാൻ മാത്രമുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല മക്കളെ. പക്ഷേ നേരിട്ട് കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. മക്കളെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നോക്കിയാൽ ഫുള്ള് സൂപ്പറായിട്ട് നല്ല അക്വേറിയം നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, 4 പുറം നോക്കിയാൽ ഫുൾ ആളുകളാണ്. இருக்கிறது ஒன்று எல்ஸ். இன்னைக்கு நம்ம என்ன பார்க்க போறோம்னா இங்க இருக்க ஃபிஷஸ் எல்லாமே நம்ம பார்க்க போறோம். இது நமக்கு 20 ரியால், பட் 20 ரியாலுக்கு உள்ளான எல்லா சாதனமும் இவட இருக்கு. நீங்களும் உங்க ஃபேமிலியோட என்ஜாய் பண்ணணும்னா ஒன்று எல்ஸ் வாங்க, എൻജോയ് பண்ணுங்க. ഉള്ള മീനെ കാണണോ? കണ്ടോളിട്ടല്ലേ? ഇത് എവിടുന്നാണ് ഈ മുള്ളൊക്കെ ഉണ്ടാക്കി? സംഭവം സ്ട്രോങ് ആയിട്ട് കമ്പി കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ക്ലോത്ത് അടിച്ച് ഡിസൈൻ ചെയ്തിട്ടാണ് ഒരു ലോകം മുഴുവനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോളി, ഫിഷുമായിട്ട് അമീബി, നീരാളി, ഇനി എന്തൊക്കെ വേണം അതെല്ലാ സാധനങ്ങളും ഇതാ നിരന്ന് കിടക്കാണ്. എന്തായാലും പൊളിയല്ലേ? പൊളി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പൊളി. അതായത് നിങ്ങൾ കാണാത്ത പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ് മക്കളെ. ഇതാ കണ്ടോളി. എൻ്റെ മോനെ, ഇതിൻ്റെയൊക്കെ പേരെന്താ? പേര് നമുക്ക് അറിയത്തില്ല. കുറെ അമീബനെയും മറ്റേതിനെയും മാത്രമേ അറിയൂ. ഇതിന്റെ പേരറിയില്ല. എന്താണെങ്കിലും പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഗോൾഡ് ഫിഷ് ഉണ്ട്, മത്തിയുണ്ട്, ചെമ്മീനുണ്ട്, എല്ലാ മീനുകളും ലഭ്യമാണ്. ഈ ലോകം മുഴുവൻ കറങ്ങി നടക്കുമ്പോണ്ടല്ലോ ഫുഡ് അടിക്കാൻ ഫുഡില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. എല്ലാ ഫുഡ്, അൽബൈക്ക്, KFC അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫുഡ് ആരും കൊണ്ടുവരണം എന്നില്ല. കുറച്ച് പൈസ കൂടുതൽ കയ്യിൽ കരുതിയാൽ മാത്രം മതി. മക്കളെ ഇതിങ്ങനെ അളകണം കേട്ടോ. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് പോവാണ്. ഇതിനെന്താ കുറച്ചോനെ അതിന്റെ കായും ഇത് ഏത് സാധനടാ? അറബിയിൽ അത് എഴുതി വെച്ചിട്ട് തൊടക്കൂടാതാന്ന് പറഞ്ഞിട്ടുണ്ട്. അറബി എല്ലാം അറിയുന്ന ആളാണ് പറഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് വിശ്വസിക്കാം. ஜூனியர் NTR ரீசெண்டா ஒரு படம் நடிச்சானா, அதுல இன்ட்ரோல வருவாள, அதுதான் இந்த சாதனம் அப்படின்னு. அதுதான் இந்த சாதனம் മക്കളെ. റീസെന്റ് നീங்க കണ്ണ് വരെ അടക്കുന്നുണ്ടോ? യോ മോനെ, നിങ്ങൾ ഇത് കാണുക. കണ്ണ് വരെ തുറക്കുന്നുണ്ട്, കണ്ണ് വരെ അടക്കുന്നുണ്ട്. ഇത് അടച്ചു. കാഴ്ചകൾ ഇതാ മക്കളെ, ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി വേണ്ടേ. അപ്പോൾ ഗെയിംസ് മക്കൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ പലതരത്തിലുള്ള ഒരു ലോകം മുഴുവനും ഗെയിംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷൂട്ടിങ്ങും അതേപോലെ തന്നെ എന്തൊക്കെ വേണം അതെല്ലാം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അല്ലാണ്ട് നിങ്ങളാരും ഒന്നിനും ടെൻഷൻ ആവേണ്ടി വരില്ല. ഓടിക്കോ മക്കളെ, ഓടിക്കോളി. വാലൊക്കെ ആട്ടുന്നുണ്ട് മക്കളെ. അതാ കാലും പൊക്കുന്നുണ്ട്, കണ്ണും തുറക്കുന്നുണ്ട്. ഓടിക്കോ. ഇതാ ഇവിടെ കുറച്ച് കുട്ടികൾ പാവം പാമ്പിനെ ഉപദ്രവിക്കുകയാണ് ഗൈസ്. അയ്യോ അയ്യോ, എടാ അതിനെ തൊട്ട് നോക്കടാ മൊയ്തീനെ. ഇതിനൊരു പേടിയില്ലാതെ പാമ്പിനെ തൊടുന്നു. അതേപോലെ സ്മൂത്ത് പിടിച്ചു നോക്കടാ അല്ലേ. ഇത് ഒരു പാമ്പുണ്ട പോലെ നമുക്ക് ഒരു സാധനം കൊടുത്തിருக்காங்க. மரத்தில் சுற்றி பண்ணும்போது நான் பாம்பை தொட்ட ஃபீல் தான் எனக்கு உண்டு. பாம்பை தொட்டிருக்கோம். நீங்க ஜுவேல இருந்தா கண்டிப்பா இவட வந்து நீங்க இது ஜுராசிக் பார்க் நம்ம சினிமால கண்டல்ல ஜுராசிக் பார்க் அதுல ஒரு സാധനം தான் ഇവിടെ ഉണ്ട്. ഇത് തലക്കാട്ടും. ഇപ്പൊ തൽക്കാലത്തിന് തലാട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാരടാ? ഇത് ജുറാസിക് പാർക്ക്. ഇത് പാർട്ട് 2. ഇത് പാർട്ട് 2. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും